ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ചാനൽ. അപ്പോൾ നിങ്ങൾക്ക് അറിയിക്കും നമ്മുടെ സെയിൽസ് ഇന്ന് തുടങ്ങുന്നുണ്ട്. നമ്മുടെ ആമസോണിലായിക്കോട്ടെ ഫ്ലിപ്കാർട്ടിലായിക്കോട്ടെ നമ്മുടെ ഫ്രീഡം ഫെസ്റ്റിവലിൻ്റെ ഭാഗമായിട്ടുള്ള സെയിൽസ് നമുക്ക് തുടങ്ങുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ സെയിൽസിൽ നമുക്ക് വേണ്ട കുറച്ച് ക്രെഡിറ്റ് കാർഡുകളാണ് നമ്മളിന്ന് പറയാൻ പോകുന്നത്. അപ്പോൾ നമുക്കത് അപ്ലൈ ചെയ്യാനുള്ള നമ്മുടെ റെഫർ ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് നമ്മുടെ അപ്ലൈ ചെയ്യാൻ നമുക്ക് കിട്ടാനുള്ള ചാൻസ് കൂടുതലായിരിക്കും ഡയറക്റ്റ് അപ്ലൈ ചെയ്യാനായിട്ടും. അപ്പോൾ സെറ്റപ്പിൻ്റെ ലിങ്കുകൾ ഞാൻ താഴെ കൊടുക്കാൻ പോകുന്നുണ്ട്. അപ്പോൾ മറക്കണ്ട. അപ്പോൾ ഏതൊക്കെ കാർഡുകളാണ് നമ്മളിന്ന് പറയാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അതിനു മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് വരുന്നതാണ്. എൻ്റെ പേര് അജയ്. ഞാനൊരു ഫൈനാൻഷ്യൽ അനലിസ്റ്റ് ആണ്. നമ്മുടെ ടെക് ഫിനാൻഷ്യൽ എക്സ്പീരിയൻസ് ആണ്, ക്വാളിഫൈഡ് ആണ് കേട്ടോ. നമ്മുടെ ലിങ്കുകളൊക്കെ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഫോളോ ചെയ്യാൻ മറക്കണ്ട. ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യാൻ മറക്കണ്ട. നിങ്ങൾക്ക് അതിലും വേണമെങ്കിൽ മെസ്സേജ് ചെയ്യാം. കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. നിങ്ങൾക്ക് അതിലും വേണമെങ്കിലും അതിലെല്ലാത്തിലും നമ്മൾ റിപ്ലൈ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോയിൽ കിടക്കാം. അപ്പോൾ ശരിക്കും നമ്മുടെ ആമസോണിൽ നിങ്ങൾക്ക് വേണ്ട രണ്ട് കാർഡ് എന്ന് പറയുന്നത് ആമസോൺ ICICI കാർഡും അതുപോലെ തന്നെ SBI ക്രെഡിറ്റ് കാർഡാണ്. SBI എല്ലാ കാർഡുകൾക്കും നമുക്ക് ഈ ഓഫർ കിട്ടില്ല. SBI സിമ്പിൾ ക്ലിക്ക്, SBI സിമ്പിളി സേവ്, IRCTC കാർഡും ചില സമയത്ത് എടുക്കുന്നുണ്ട് ഓഫർ. അപ്പോൾ ഈ 2-3 കാർഡുകളാണ്. ഇതേപോലെ നോർമൽ കാർഡ് ഉണ്ടല്ലോ, ലൈറ്റ് കാർഡ്, കോബ്രയുടെ അല്ലാത്ത കാർഡുകളൊക്കെ നമുക്ക് ആക്ച്വലി ഈ ഓഫറിന് അപ്ലിക്കബിൾ ആണ് കേട്ടോ. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ SBI കാർഡുകളിലൊക്കെ അപ്ലൈ ചെയ്യാനുള്ള ലിങ്ക് ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. ആരെങ്കിലും ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്തൊക്കെ മറക്കണ്ട, കിട്ടാനുള്ള ചാൻസ് കൊടുത്തിട്ടായിരിക്കും കേട്ടോ. പിന്നെ ആമസോൺ ICICI കാർഡ് നിങ്ങൾക്ക് ഓൾറെഡി അറിയായിരിക്കും. നമുക്കത് ഡയറക്റ്റ്ലി അപ്ലൈ ചെയ്യാൻ പറ്റില്ല. എന്ന് വെച്ചാൽ എന്താ പറയുക, അത് പ്രീ അപ്രൂവ്ഡ് അല്ലെങ്കിൽ പ്രീ ഇൻവൈറ്റഡ് കാർഡാണ്. അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ ആമസോണിൻ്റെ ആപ്പിൽ ഇൻവിറ്റേഷൻ വന്നാൽ മാത്രമേ നമുക്കതിൽ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ ഇതാണ് നമുക്ക് ആമസോണിൽ. ഇപ്പോൾ ഞാൻ ആമസോണിൽ വേറെ ഏതെങ്കിലും കാർഡിൽ ഓഫർ വന്നിട്ടുണ്ടോ നോക്കട്ടെ കേട്ടോ. നോർമലി ഇപ്പോൾ ഫോണുകൾക്കും സംഭവത്തിലൊക്കെ മെയിനായിട്ട് വരുന്ന SBI കാർഡുകൾ തന്നെയാണ്. അതെന്താണ് ഒരു കാർഡ് ഇത്രയും കുറച്ച് ഇല്ല, SBI കാർഡ് മാത്രമേ ഉള്ളൂ കേട്ടോ. എന്താണ് ഇത്ര നോർമലി ICICI കാർഡും RBL കാർഡൊക്കെ ഓഫർ വരാറുണ്ട്. ഈ പ്രാവശ്യം അതൊക്കെ ഒരു എന്താണ് ഓഫർ ഇല്ലാണ്ടെന്ന് ആകെ ഒരു SBI കാർഡ് മാത്രം. അത് ഭയങ്കര മോശമായി പോയിട്ടാണ്. അടുത്ത് നമ്മുടെ ഫ്ലിപ്കാർട്ടിൻ്റെയാണ്. ഫ്ലിപ്കാർട്ടിൽ നമുക്ക് BOB കാർഡിനും ഓഫർ ഉണ്ട്. അതുപോലെ തന്നെ ഫ്ലിപ്കാർട്ട് ആക്സിസ് ബാങ്കിൻ്റെ ക്രെഡിറ്റ് കാർഡിനും ഓഫർ ഉണ്ട്. പിന്നെ ഒരെണ്ണം ഉണ്ടല്ലോ, പിന്നെ ഏതാ ICICI കാർഡിനും ഓഫർ ഉണ്ട് കേട്ടോ. അപ്പോൾ BOB കാർഡ് നമുക്ക് ഓൾമോസ്റ്റ് എല്ലാ കാർഡിനും എക്സെപ്റ്റ് സ്നാപ്ഡീൽ കാർഡ്, എക്സെപ്റ്റ് ബാക്കി എല്ലാത്തിനും നമുക്ക് ഇതിലത്തെ നമുക്ക് ഈ ഓഫർ അപ്ലിക്കബിൾ ആണ്. ICICI കാർഡാണെങ്കിലും നമുക്ക് ആമസോൺ ICICI കാർഡാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടില്ല. പക്ഷേ നമുക്ക് ICICIയുടെ എന്താ പറയുക എക്സ്പ്രഷൻ കാർഡ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ നമുക്ക് എന്താ പറയുക അവരുടെ നോർമൽ കാർഡ്, പേര് മറന്നല്ലോ, കോറൽ ക്രെഡിറ്റ് കാർഡ്, ബേസിക് കാർഡ്, കോബ്രയുടെ കാർഡ് അല്ലാത്ത എല്ലാ കാർഡുകളും നമുക്ക് ഈ ഓഫറിന് നമുക്ക് അപ്ലിക്കബിൾ ആണ് കേട്ടോ. അപ്പോൾ ICICI കാർഡിൻ്റെ അപ്ലൈ ചെയ്യാനുള്ള ലിങ്ക് ഞാൻ കിട്ടുമെന്ന് നോക്കട്ടെ. കിട്ടുകയാണെങ്കിൽ ഞാൻ ഇടാം കേട്ടോ. BOB കാർഡിന് ഞാൻ എന്തായാലും ഇടുന്നുണ്ട്. അതുപോലെ തന്നെ ഫ്ലിപ്കാർട്ട് ആക്സിസ് ബാങ്ക് ക്രെഡിറ്റ് കാർഡിനും ഞാൻ അപ്ലൈ ചെയ്യാനുള്ള ലിങ്ക് ഞാൻ കൊടുക്കുന്നുണ്ട്. നോർമൽ ചില സമയത്ത് ആക്സിസ് കാർഡിൻ്റെ നോർമൽ ആക്സിസ് കാർഡ്, അതായത് മൈസൂൺ കാർഡ്, ഏസ് കാർഡ്, അതുപോലെ തന്നെ നിയോ കാർഡ്, ആ കാർഡ് ഉണ്ടെങ്കിലും നമുക്ക് ഈ ഓഫർ കിട്ടാറുണ്ട്. അപ്പോൾ അതും കിട്ടുകയാണെങ്കിൽ എടുത്ത് വെച്ചോളൂ കേട്ടോ. എന്ന് വെച്ചാൽ ഫ്ലിപ്കാർട്ടിൽ ആക്സിസ് കാർഡിൻ്റെ ഓൾമോസ്റ്റ് എല്ലാ ടൈമിലും ഓഫർ വരുന്നതാണ്. വെച്ചാൽ ഫ്ലിപ്കാർട്ടിൻ്റെ മെയിൻ ഒരു ബാങ്കിങ് പാർട്ണറാണ് ആക്സിസ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ എടുത്ത് വെച്ചോളാൻ പറഞ്ഞത്. എന്ന് വെച്ചാൽ മിക്ക കാർഡുകൾക്ക് പിന്നെ HDFC വരുന്നുണ്ട്. അപ്പോൾ HDFCയുടെ കാർഡും ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. അതും മില്ലിനിയ കാർഡ്, അങ്ങനത്തെ കോർപ്പറേറ്റ് കാർഡ് അല്ലാത്ത കാർഡുകളാണ് ഇതിന് ഓഫർ കിട്ടുക. അപ്പോൾ ഈ ഓഫർ കിട്ടുന്ന കാർഡുകൾ മാത്രമേ ഞാൻ താഴെ കൊടുക്കുന്നുള്ളൂ കേട്ടോ. അപ്പോൾ അത് നോക്കിയിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ അതിൻ്റെ സ്പെക്സ് അല്ലെങ്കിൽ ഫീച്ചറും കാര്യങ്ങളൊന്നും ഞാൻ എസ്പെഷ്യലി എടുത്ത് പറയേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. നിങ്ങൾക്ക് അറിയുന്ന പരിപാടി ഇരിക്കും. പിന്നെ എന്തെങ്കിലും സംശയം നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി. നമ്മളെല്ലാ കമൻറ്റ് പോകുന്നതാണ്. അപ്പോൾ പിന്നെ ഫ്ലിപ്കാർട്ട് ആക്സിസിൻ്റെ കാർഡൊക്കെ നിങ്ങൾക്ക് ഇപ്പോൾ ഫ്രീ ഒന്നും കിട്ടില്ല കേട്ടോ. 500 രൂപയാണ് ആനുവൽ ചാർജും ജോയിൻ ചാർജൊക്കെ വരുന്നത്. ഇപ്പോൾ ഫ്രീ കാർഡിന് പറയാനുള്ളത് അല്ലെങ്കിൽ വലിയ കാർഡൊന്നും ഇല്ല. കോറൽ കാർഡ് ചിലവർക്ക് ഓൾറെഡി നിങ്ങൾക്ക് ഒരു കാർഡ് ഉണ്ടെങ്കിൽ പിന്നെ നിങ്ങൾക്ക് കോറൽ കാർഡ് ഫ്രീ ആയിട്ട് കിട്ടാറുണ്ട്, റൂപേ കാർഡ്. പക്ഷേ അല്ലാത്ത പക്ഷം അതിനും 500 രൂപ പ്ലസ് ചാർജ് വരും കേട്ടോ. അപ്പോൾ ഇതിൽ ഫ്രീ കാർഡ് എന്ന് പറയാനുള്ള കാർഡുകളൊന്നും ഇല്ല. നിയോ കാർഡ് ഫ്രീ ആയിട്ട് കിട്ടാറുണ്ട്. ഏസ് കാർഡ് ചില സമയത്ത് ഫ്രീ ആയിട്ട് കിട്ടാറുണ്ട്. അല്ലാത്ത സാധനം എല്ലാത്തിനും ഇപ്പോൾ ചാർജ് ഉണ്ട്. അപ്പോൾ ലൈഫ് ടൈം ഫ്രീ കാർഡ് മാത്രമായിട്ട് നോക്കിയിട്ട് ഒരാളാണെങ്കിൽ നിങ്ങൾ പിന്നെ ഇതിൽ നിന്ന് നോക്കേണ്ട ആവശ്യമില്ല. എന്താ വെച്ചാൽ നമ്മളിപ്പോൾ കൊടുത്തിരിക്കുന്ന ലിങ്കുകളൊന്നിൻ്റെയും ഒരു കാർഡിൻ്റെയും അല്ല, ഏത് കാർഡും ലൈഫ് ടൈം ഫ്രീ കാർഡല്ല, എല്ലാത്തിനും ചാർജബിൾ ആയിട്ടുള്ള കാർഡാണ് കേട്ടോ. എന്താ വെച്ചാൽ നിങ്ങൾക്ക് ഇപ്പോൾ ഈ ഒരു എന്താ പറയുക, ഈ ഒരു നമ്മുടെ ഈ എന്താ സെയിൽസ് ടൈമിൽ നിങ്ങൾക്ക് ഓഫർ കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ കാർഡ് വേണം. അതിപ്പോൾ നമ്മൾ ലൈഫ് ടൈം ഫ്രീ കാർഡ് തപ്പി പോയി കഴിഞ്ഞാൽ പിന്നെ അത് കിട്ടില്ല. എന്ന് വെച്ചാൽ ഒന്നാമത് ഇപ്പോൾ ലൈഫ് ടൈം ഫ്രീ കാർഡ് ഭയങ്കര കുറവാണ്. SBI കാർഡ് ലൈഫ് ടൈം ഫ്രീ കാർഡ് കിട്ടാനുള്ള ചാൻസ് 99.9% ഇല്ല. ആക്സിസിൻ്റെ ഞാൻ പറഞ്ഞ പോലെ തന്നെ മൈസോൺ കാർഡ് ചില സമയത്ത് കിട്ടാറുണ്ട്, ഏസ് കാർഡ് ചില സമയത്ത് കിട്ടാറുണ്ട്, നിയോ കാർഡ് ലൈഫ് ടൈം ഫ്രീ കാർഡാണ്. പക്ഷേ ഇപ്പം നമുക്ക് ആ കാർഡുകളൊന്നും അത് സെലക്റ്റഡ് പ്രൊഡക്ട്സുകൾക്ക് മാത്രമേ ഉള്ളൂ നിയോ കാർഡ് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ അതിൻ്റെയൊക്കെ ഞാൻ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് അത് നോക്കിയിട്ട് അപ്ലൈ ചെയ്യാം. ഫ്ലിപ്കാർട്ട് ആക്സിസ് ബാങ്ക് കാർഡ് ലൈഫ് ടൈം ഫ്രീ കാർഡല്ല, 500 രൂപ പ്ലസ് GST ഇപ്പം ഉണ്ട്. പിന്നെ BOB കാർഡും ലൈഫ് ടൈം ഫ്രീ കാർഡല്ല. ചില സെലക്റ്റഡ് കാർഡ് മാത്രം ചില ആൾക്കാർക്ക്, സെലക്റ്റഡ് ഇൻഡിവിജ്വൽക്ക് ചിലപ്പോൾ ലൈഫ് ടൈം ഫ്രീ ആയിട്ട് കിട്ടാം. അത് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ കാണിക്കും. എല്ലാ സാധനത്തിൻ്റെയും നിങ്ങൾക്ക് അങ്ങനെ ഒരു ഓഫർ ഉണ്ടെങ്കിൽ നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ അതിൽ കാണിക്കും.
അവരുടെ സൈറ്റിൽ പോകുമ്പോൾ കാണിക്കും. അതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ സെറ്റപ്പിൻ്റെ റെഫറൽ ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ അതിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൽ ഫോൺ നമ്പറും ഈ ജിമെയിൽ ഐ ഡി ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഡയറക്റ്റ് നമ്മുടെ ബാങ്കിൻ്റെ സൈറ്റിലേക്കാണ് പോവുക. നിങ്ങൾക്ക് അവിടെ കയറിയിട്ട് അപ്ലൈ ചെയ്യാം കേട്ടോ. അല്ലെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ വെബ്സൈറ്റ് ത്രൂ അപ്ലൈ ചെയ്യാം. jmg.banksupport.in. നിങ്ങൾക്ക് അതിൽ നോക്കി എലിജിബിലിറ്റി ഒക്കെ നോക്കിയിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും കേട്ടോ. അതിൽ എല്ലാ ബാങ്കിൻ്റെ കാർഡുകളും ഉണ്ട്. ഈ കാർഡ് പറഞ്ഞ കാർഡുകൾ മാത്രമല്ല എല്ലാ സാധനത്തിൻ്റെ കാർഡുകളും ഇപ്പോൾ ലോണിൻ്റെയും എല്ലാത്തിനും ലിങ്ക് ഉണ്ട്. നിങ്ങൾ അതിൽ സൈൻ ഇൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എലിജിബിലിറ്റി ഉണ്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓഫർ ഉണ്ടോ എന്നൊക്കെ അതിൽ കാണിക്കും. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് അതും അപ്ലൈ ചെയ്യാൻ പറ്റും കേട്ടോ. ട്രൈ നോക്കാൻ മറക്കണ്ട, ഫ്രീ ആണ് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. നമ്മുടെ 2 ചാനൽ മാത്രമേ കണ്ടുവെക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഫ്രണ്ട്സിലേക്ക് ഒന്ന് ഷെയർ ചെയ്യുക. എന്തായാലും സംശയം കമൻറ്റ് ചെയ്താൽ മതി. നമ്മളെല്ലാ കമൻറ്റും പോകുന്നതാണ്. അടുത്ത കാണാം. ബൈ.